ഇന്ന് നമ്മൾ ചെയ്യുന്നത് പീക്ക് ഇൻഡെക്സിനെ മൗണ്ടൻ അറേ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു മൗണ്ടൻ അറേ എന്ന് പറയുന്നത് ഒരു അറേയില് ഒരു വാല്യൂ ആദ്യം ഇൻക്രീസ് ആയി വന്നിട്ട് പിന്നെ ഡിക്രീസ് ആവണം. നമുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അവർ ലോഗൻ ടൈമിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ് ഇൻഡെക്സ്, ആ പീക്കസ്റ്റ് എലമെന്റ് പീക്കിൽ നിൽക്കുന്ന എലമെന്റിന്റെ ഇൻഡെക്സ് എന്താണെന്നുള്ളത് ലോഗൻ ടൈമിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് അറേ ഈക്വൽ ടു 0 1 0 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിലാണ് എന്താണ് നമ്മുടെ പീക്ക് ആയിട്ടുള്ള എലമെന്റ് കിട്ടുന്നത്. ഇവിടെ അതേപോലെ 0 2 1 0 എന്നുള്ളതിൽ എന്താണ് 2 എന്നുള്ളതിലാണ് നമ്മുടെ എന്താണ് എലമെന്റ് കിട്ടുന്നത്. 0 10 5 2 എന്നുള്ളതിൽ എന്താണ് 10 ആണ് പീക്ക് എലമെന്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരുന്നത്. ഇവിടെ അവര് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കേസസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ല കറക്റ്റ് അല്ലാത്ത എക്സാമ്പിൾസ് തന്നിട്ടില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിസൾട്ടിൽ ഒരു എക്സാമ്പിളിൽ ഇങ്ങനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെ വരണം എന്നുള്ളത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മാക്സിമം മാത്രം എടുത്താൽ മതി എന്ന് തോന്നും, പക്ഷെ ഇത് മാക്സിമം അല്ല. കാരണം മാക്സിമം വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ വരുന്ന സമയത്ത് ഇത് പീക്കസ്റ്റ് എലമെന്റ് ആണ് 11 എന്ന് പറയാൻ പറ്റില്ല. കാരണം 0 to 2 to 10 വരെയാണ് പിന്നെ ഇതിന് ഇൻക്രീസിംഗ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 10 എന്താണ് ഇത് ഡിക്രീസ് ചെയ്യാൻ ചെയ്തത് 1 5 6 8 എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് 11ക്കാണ് ഇൻക്രീസ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെ നോക്കേണ്ടി വരും. അതെങ്ങനെയാണ് ഇതിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇതിൽ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ലോഡർ ഓഫ് ലോഗൻ ടൈം കോംപ്ലക്സിറ്റിയിൽ തീർക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ലോഗൻ നമുക്കറിയണം ആകെ രണ്ട് ടെക്നിക്സേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഹീപ്പാണ്. ഹീപ്പിൽ നമുക്ക് എന്താണ് ലോഗൻ ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് എന്താണ് തിരിച്ച് റിസൾട്ട് വരും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബൈനറി സെർച്ച് ആണ്. മെയിൻ ആയിട്ട് ബൈനറി സെർച്ച് ആണ് ഇതിന് ഉപയോഗിക്കുക. നമുക്ക് എന്താണ് ഇപ്പം ബൈനറി സെർച്ച് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി സെർച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ബൈനറി സെർച്ച് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരു ലോഗൻ ടൈം കോംപ്ലക്സിറ്റിയിലാണ് ചെയ്യാൻ പറയുന്നത്. ലോഗൻ എന്ന് വരുമ്പോൾ നമുക്ക് എന്തായാലും എന്താ ലോഗൻ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓൾറെഡി നമുക്ക് ഉറപ്പാണ് ഒന്നുകിൽ ബൈനറി സെർച്ച് അല്ലെങ്കിൽ ഹീപ്പാണ്. പക്ഷെ അതിൽ എന്താണ് ബൈനറി സെർച്ച് മാത്രം ഇവിടെ അത്രയ്ക്ക് വലിയ ടഫർ പ്രോബ്ലം അല്ല. അതുകൊണ്ട് നമുക്ക് ബൈനറി സെർച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഈസിന്ന് മീഡിയത്തിലേക്ക് ഇപ്പൊ കൺവേർട്ട് ആയ പ്രോബ്ലം ഉണ്ട്. കാരണം അത്രയ്ക്ക് ഇത് മീഡിയം പ്രോബ്ലം ആവാനും സാധ്യതയില്ല. കാരണം ബൈനറി സെർച്ച് ഉള്ളതുകൊണ്ട് മാത്രം ഇതൊരു മീഡിയം പ്രോബ്ലം ആവാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതില് ലോഗൻ ടൈം കോംപ്ലക്സിറ്റി ആണ്. നമ്മുടെ അടുത്ത് എന്താ പറയുന്നത് ഒരു മൗണ്ടൻ അറിയാണ് നമുക്ക് എപ്പോഴും തരാന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്തു. പക്ഷെ എക്സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നു ഇതൊരു മൗണ്ടൻ അറേ അല്ല, പിന്നെ എങ്ങനെ അത് യൂസ് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ഇത് മൗണ്ടൻ അറേയാണ് എപ്പോഴും നമുക്ക് തരുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് 0 2 1 0 ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ്. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് എങ്ങനെയാണ് ഇതില് ബൈനറി സെർച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ് നടന്നത് നമുക്ക് ബൈനറി സെർച്ച് നമ്മൾ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഈക്വൽ ടു 0 എന്നും റൈറ്റ് ഈക്വൽ ടു നമ്മുടെ എന്താണ് ലെങ്ത് ഓഫ് ഈ അറേ -1 നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യും. കാരണം നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും അറ്റത്തുനിന്ന് രണ്ടറ്റത്തുനിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താണ് മിഡിൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. അപ്പൊ മിഡിൽ വാല്യൂന്റെ മുന്നേ തന്നെ നമുക്ക് എന്താണ് ഈ മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മുന്നേ നമുക്ക് എന്താണ് നമ്മുടെ ഒരു വൈൽ ലൂപ്പ് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ്. അപ്പോ എന്തുകൊണ്ട് ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് എന്നുള്ളത് മിഡിലിന് വേണ്ടി ഇതിലാണ് നമ്മുടെ ലോഗൻ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ഈ ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഫോർ ലൂപ്പിലാണ് നമ്മുടെ വൈൽ ലൂപ്പിലാണ് നമ്മുടെ എന്താണ് ലോഗൻ ശരിക്കും അടങ്ങിയിട്ടുള്ളത്. പകുതി എത്തുമ്പോഴേക്കും അത് നിർത്തണം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ആണ്. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ മിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2. നമുക്ക് എന്താണ് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2 എന്ന് പറയുമ്പോൾ നേരെ നടുവിലേക്ക് എത്തും. മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് നേരെ നടുവിലേക്ക് എത്തും. പിന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻ വരുന്നത്. ഇപ്പൊ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ എവിടെയാണ് നമ്മുടെ എന്താണ് ലെഫ്റ്റും റൈറ്റും പോയിന്റ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഈ മിഡ് വാല്യൂലോട്ട് എത്താൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെ, ഈ ലെഫ്റ്റും റൈറ്റും കൂടി കൺവേർജ് ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റും റൈറ്റും കൂടി കൺവേർജ് ചെയ്യണം. അങ്ങനെ ലെഫ്റ്റ് ഇവിടുന്നാണ് വരുന്നത്, എന്നിട്ട് ഇവിടുന്ന് വരും. ഇപ്പൊ റൈറ്റ് ഇവിടുന്നാണ് വരുന്നത്, റൈറ്റിന് ഇങ്ങടെ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി എവിടെയാണോ കൺവേർജ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്താണ് മിഡും കിട്ടണം. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. കൺവേർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് നമുക്ക് എന്താണ് കട്ടായി പോകും. ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കട്ടായി പോകും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. അവിടേക്ക് എത്തിക്കാനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇഫ് അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1. ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര നോക്കാം. നമുക്ക് ഇത് 0 ആണ്, ഇത് 1 2 ആണ് അല്ലെ. അപ്പൊ എന്താണ് 0 പ്ലസ് അല്ലെ 0 1 2 അല്ലെ ലെങ്ത് അല്ലെ. അതെ, അപ്പൊ 0 പ്ലസ് 2 ബൈ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു
എന്താണ് 2/2 1. അപ്പൊ 1 ആണ് വരിക. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് പൊസിഷനിലാണ് കിട്ടി അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1. എന്താ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പീക്ക് എലമെന്റ്. അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡും ആയിട്ട് എന്താണ് നമ്മുടെ ഗ്രേറ്റർ ആയിരിക്കണം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായാലും നമ്മൾ ഗ്രേറ്റർ ആയി പോകുന്നു പറഞ്ഞത് ഒരു സോർട്ടഡ് അറേ ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്. സോർട്ടഡ് അറേ ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്താ റൈറ്റ് സൈഡ് നമ്മുടെ എന്താണ് എന്തായാലും നമ്മുടെ ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ എന്താണ് റൈറ്റ് സൈഡ് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിനെ നമുക്ക് മിഡിലോട്ട് ഇടാൻ പറ്റും. അപ്പൊ റൈറ്റിനെ നമ്മൾ മിഡിലോട്ട് ഇടും. അപ്പൊ എന്താണ് നമുക്ക് ഈ ഭാഗത്താണ് നമ്മുടെ ഈ ലെഫ്റ്റ് ഭാഗത്താണ് നമുക്ക് നോക്കേണ്ടത് വേറെ വല്ല പീക്ക് എലമെന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കേണ്ടത് മനസ്സിലാവും. ഇവിടെ റൈറ്റ് ഈക്വൽ ടു മിഡ് ഇടുമ്പോൾ നമുക്ക് എന്താണ് ഈ പൊസിഷനിൽ വന്നിട്ട് നമ്മുടെ റൈറ്റ് വീഴും. പിന്നെ നമുക്ക് എന്താണ് ഈ ഗ്യാപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ഗ്യാപ്പിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ലെഫ്റ്റിനെ പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് റൈറ്റും കൂടി കൺവേർജ് ചെയ്യും. അവസാനം നമുക്ക് നമ്മുടെ പീക്ക് എലമെന്റ് 1 ആണെന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ലെഫ്റ്റ് കൺവേർജ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റിനെ മിഡ് പ്ലസ് 1 ചെയ്യണം അല്ലെ. നമ്മുടെ എന്താണ് റൈറ്റ് ഈക്വൽ ടു മിഡ് എന്ന് എന്തിനാണ് മിഡ് -1 എന്തുകൊണ്ട് ഇടുന്നില്ല, നമുക്ക് ഈ വാല്യൂ നമുക്ക് എന്താണ് ഇതില് മെയിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. പീക്ക് എലമെന്റ് ആയിട്ട് നമുക്ക് മിഡിൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ഈക്വൽ ടു മിഡ് ഇടുന്നത്. മിഡ് -1 അതിനെ ഒഴിവാക്കി പിന്നിക്ക് പോകാത്തതിനുള്ള കാരണം അത് മാത്രമാണ്. നമുക്ക് എന്താണ് ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 കിട്ടും. നമ്മൾ എന്താണ് ഇവിടെ റിട്ടേൺ ചെയ്യാം ലെഫ്റ്റ്. നമുക്ക് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും എന്ത് റിട്ടേൺ ചെയ്താലും നമുക്ക് എന്താണ് നമുക്ക് സെയിം വാല്യൂനാണ് കിട്ടുക. അപ്പൊ റിട്ടേൺ ലെഫ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും. ഇതേപോലെ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിലോ ഇവിടെ എന്താണ് 0ഉം 3ഉം ആണ്. 0 + 3/2 എന്ന് പറഞ്ഞാൽ അതും 1 തന്നെയാണ് വരിക. അപ്പൊ എന്താണ് അപ്പൊ 3/2 1 അല്ലേ വരിക. അതെ. അപ്പൊ നമുക്ക് എന്താണ് 2 കിട്ടും. ഈ പൊസിഷനിലാണ് കിട്ടുന്നത്. ഈ പൊസിഷനിൽ കിട്ടും. ഈ പൊസിഷനിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കുന്ന വെച്ചാൽ റൈറ്റിനെക്കാട്ടിലും കൂടുതലാണോ അല്ല. അപ്പൊ എന്താണ് നമ്മുടെ എന്താണ് ഇത് റൈറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ അല്ലല്ലോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അത് അറേ മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1 അല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറും. അപ്പൊ നമുക്ക് എന്താണ് ലെഫ്റ്റ് നമ്മുടെ ഈ പൊസിഷനിൽ കിട്ടി. പിന്നെ നമ്മൾ എന്താണ് നോക്കുന്നത് എന്താണ് നമ്മുടെ ഇപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു, റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് പൊസിഷനിൽ തന്നെയാണ്. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഫസ്റ്റ് പൊസിഷനിലായി മാറി. പിന്നെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുക, നമ്മൾ എന്താണ് ഇതേപോലെ ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ആണ് 1 ലെസ് ദാൻ 3 ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, പിന്നെ നമ്മൾ എന്താണ് 1 + 3/2 എന്ന് വരിക. അപ്പൊ 4/2 എന്ന് വരിക. അപ്പൊ എന്താണ് 2 എന്ന് വരിക. അപ്പൊ ഈ പൊസിഷനിലാണ് മിഡ് വരുന്നത്. അപ്പൊ അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1 ആണോ നോക്കും. അപ്പൊ അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1 ആണോ നോക്കുമ്പോ എന്താണ് അതെ. അപ്പൊ എന്താണ് നമുക്ക് ഈ വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ എത്തുമ്പോ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ റൈറ്റ് അപ്പൊ എന്താണ് മിഡിലേക്ക് എത്തും. അപ്പൊ റൈറ്റ് ഇവിടേക്ക് വരും. അപ്പൊ റൈറ്റ് എന്തായിരുന്നു 2 റൈറ്റ് വരും. പിന്നെ നമുക്ക് എന്താണ് ഇതും തമ്മിലുള്ള ചെക്കാണ് വേണ്ടത്. അപ്പൊ ഇതും കൂടിയുള്ള ചെക്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ മിഡ് എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ് വേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് പൊസിഷനിലാണ് വേണ്ടത് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ എന്താണ് ഇത് കൺവേർജ് ചെയ്യും ഇങ്ങോട്ട്. അപ്പൊ ഇതാവും നമ്മുടെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ എന്താ മിഡ് കൺവേർജ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണ് അവസാനം നമുക്ക് എന്താണ് ഈ പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് എന്ന് കിട്ടും. ഈ ലെഫ്റ്റ് തന്നെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ പീക്ക് എലമെന്റ് എന്ന് കിട്ടും. ഓക്കെ അല്ലെ. ഇതേ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ഫുള്ളി നമ്മുടെ എന്താണ് എല്ലാ അറയിലും നമ്മൾ എടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് കൺവേർജിംഗ് ആണ് കൂടുതലായിട്ട്, ലെഫ്റ്റും റൈറ്റും കൂടി കൺവേർജ് ആണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബൈനറി സെർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിളും. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് ഈ പീക്ക് ഇൻഡെക്സിൽ നമുക്ക് എന്താണ് നമ്മളൊരു ഇവിടെ ആദ്യം ഒരു ടെസ്റ്റ് കേസ് ഇട്ട് നോക്കിയിരുന്നു. പക്ഷെ ആ ടെസ്റ്റ് കേസിൽ അവർ നമുക്ക് കാണിച്ചു തന്നു അതൊരു മൗണ്ടൻ അറേ അല്ല, അതുകൊണ്ട് അത് ടെസ്റ്റ് കേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഒരു ലെഫ്റ്റും റൈറ്റും എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ഏറ്റവും അറ്റത്തേക്ക് പോവാണ്. ഇത് ബൈനറി സെർച്ച് ആണ്. അപ്പൊ വൈൽ ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ എന്താണ് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്, ലെഫ്റ്റ് + right/2 ആണ്. എന്താണ് നമ്മുടെ അറേ ഓഫ് മിഡും ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് എപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ തൊട്ടപ്പുറത്തുള്ള വാല്യൂനെക്കാട്ടിലും ഗ്രേറ്റർ ആയാൽ മാത്രമാണ് നമ്മുടെ പീക്ക് എലമെന്റ് അതാണെന്ന് കിട്ടുള്ളൂ അല്ലെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു വാല്യൂ എത്തണം. എന്നിട്ട് അവിടുന്ന് പിന്നെ ചെറുതാവണം. അപ്പൊ ചെറുതാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ എലമെന്റിന്ന് അപ്പുറത്തേക്കുള്ള വാല്യൂസ് മൊത്തം എന്താണ് ചെറുതായി മാറണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ് പ്ലസ് 1 ആണോ നോക്കുന്നത്. പിന്നെ എങ്ങനെ അറേ ഓഫ് മിഡ് നമ്മുടെ അറേ ഓഫ് നെക്സ്റ്റ് മിഡ് പ്ലസ് 1-നെക്കാട്ടിലും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പീക്ക് എലമെന്റ് എന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ റൈറ്റിനെ നമ്മുടെ മിഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം
റൈറ്റ് ഈക്വൽ ടു മിഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അവിടെ ആകുമ്പോൾ ആ പൊസിഷനിൽ എത്തുമ്പോൾ. അതേപോലെ എൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ലെഫ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 ആണ്. ഇനി എങ്ങാനും എന്താണ് അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിന്റെ അർത്ഥം, ഇപ്പോഴുള്ള മിഡിലിനെക്കാട്ടിലും അപ്പുറത്തുള്ള ഏതോ ഒരു വാല്യൂലാണ് നമ്മുടെ പീക്ക് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവും. എന്നിട്ട് ലെഫ്റ്റ് നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം, റൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിൽ എന്താണ് ഭാഗത്തിൽ നമുക്കൊരു എന്താണ് സാധ്യത ഉണ്ട് ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മാറ്റുന്നത്. ഞാൻ അത് വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും വേറെ വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് വെൻ റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, ഇതെന്തായാലും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് ടെസ്റ്റ് കേസ് പാസ്സായി, നമുക്ക് എന്താണ് ഒരു ആക്സെപ്റ്റഡ് കണ്ടീഷൻ ആണേനും സെയിം ബൈനറി സെർച്ച് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു. കണ്ടതിൽ നന്ദി.